വെറും 5 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിന്ന് കാണിക്കുന്നത്. മുട്ട വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരാൾക്ക് മാത്രം ചെയ്യുന്നതാണെങ്കിൽ 2 മുട്ടയിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയും ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയും കുരുമുളക് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സവാള ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കരുത്. ഈ ഒരു ബട്ടറിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. സവാള ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സവാളയും തക്കാളിയും ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വീണ്ടും പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തീ നന്നായി കുറച്ച് വെക്കുക. എന്നിട്ട് വേണം മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മുട്ട ചെറുതായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയും അതേപോലെ തക്കാളിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ ആണ്. അപ്പം ഈ ഒരു ഒറിഗാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ഒറിഗാനോ ചേർക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ചീസ് കൂടി ചേർക്കുന്നുണ്ട്, മൊസറല്ല ചീസ്. അപ്പോൾ ഈ ഒരു ചീസും ഒറിഗാനോ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക, ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പം ചീസ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ കുറച്ച് ചീസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടൻ്റെ അടിഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിതിന് മെല്ലെ ഒന്ന് ഇതിന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാതെ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ 1-2 തവണ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ നന്നായി കുറച്ച് വെക്കണം. തീ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിൻ്റെ അടിഭാഗവും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് ഉൾഭാഗം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചീസെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. കുറച്ച് കെച്ചപ്പ് കൂടി ചേർക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.